ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ സെയിലാകേണ്ട ഐറ്റം ആൽഫൈന്, ചുങ്കിടി, റയോണ്, കോട്ടനൊക്കെയാണ്. പക്ഷേ നമ്മളെ നാട്ടിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ഡയറക്റ്റ് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന സംഭവം ഈ അജ്രക്കാണ്. അത് എത്ര കൊണ്ടുവന്നാലും ഇവിടെ ഉള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് സെറ്റപ്പ് ആയിക്കോളും. അതിൽ ഏറ്റവും കൂടുതൽ സെയിലാകേണ്ട ഒരു സംഭവമാണ് മിക്സ് ആൻഡ് മാച്ചുകൾ. കാരണം അജ്രക്ക് ട്രെൻഡാണ്, അതവർക്ക് പുറത്തേക്ക് യൂസ് ചെയ്യാം. ഇതിങ്ങനെ എടുത്തിട്ട് 2 പീസ് ആക്കിയിട്ട് ഇടുന്നവരുണ്ട്. ഇതുപോലെയുള്ള പ്ലെയിൻ ഷോൾ എടുത്തിട്ട് ഇതിൻ്റെ പീസുകൾ വെച്ചിട്ട് അപ്പുറത്ത് വെച്ചിട്ട് 3 പീസ് ആക്കിയിട്ട് ഇടുന്നവരുണ്ട്. ഇനി വീട്ടിൽ തന്നെ 3 പീസ് ആക്കിയിട്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിട്ട് മിക്സ് ആൻഡ് മാച്ച് നൈറ്റീസ് ആക്കിയിട്ട് ഒരു വീട്ടിലുള്ള 2 പേരും കൂടെ മിക്സ് ആൻഡ് മാച്ച് ആക്കിയിട്ട് എടുക്കും. എന്നിട്ട് അതിൽ ഒന്നിൻ്റെ കൈ വേറൊന്നിനും ഒന്നിൻ്റെ കൈ വേറൊന്നിനുമായിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് വെക്കുന്നവരുണ്ട്. ഇതുകൊണ്ട് ടോപ്പ് അടിക്കുന്നവരുണ്ട്, ചെറിയ കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കുന്നുണ്ട്. നമുക്ക് 2 പേര് ഒരുമിച്ചെടുത്തിട്ട് 2 ബ്ലൗസ് ആക്കിയിട്ട് ഇടുന്നവരുണ്ട്. അപ്പോൾ കോഡ് ഡ്രസ്സ് അങ്ങനെയൊക്കെ ഒരുപോലുള്ള മെറ്റീരിയലുകൾ വേണമെന്നുള്ളൊരു വേഗം വന്നോളി. ഇതെല്ലാം കൂടെ 450 പീസുകളുണ്ട്. 4 മോഡലിലുള്ള മിക്സ് ആൻഡ് മാച്ചുകളാണുള്ളത്. മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തന്നെ തരുള്ളൂ. മിക്സ് ആൻഡ് മാച്ച് ആകുമ്പോൾ ഇനി തനിയെ വേണ്ട പീസുകൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വേറെ കുറച്ചുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അത് തരാം. ഇതിൽ മിക്സ് ആൻഡ് മാച്ച് അല്ലാതെ ചോദിക്കരുത്. കാരണം ഒരു പീസ് ഇവിടെ കിടന്നതെന്ന് വെച്ചിട്ട് ചിലവാകാഞ്ഞിട്ടല്ല, എന്നാലും ഇതിൻ്റെ ഭംഗി ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വെക്കുന്നത് തന്നെയാണ്. പിന്നെ ലാസ്റ്റിലേക്കൊക്കെ ആകുമ്പോൾ ഓരോ സെറ്റ് 2 സെറ്റൊക്കെ ബാക്കിയാകുമ്പോൾ ഞാൻ പിന്നെ അങ്ങനെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇന്നും നാളെയൊന്നും നിങ്ങൾ മിക്സ് ആൻഡ് മാച്ച് അല്ലാതെ ചോദിക്കരുത്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളാരും ഫീഡ്ബാക്ക് പറയുന്നില്ല എന്നൊക്കെ. അപ്പോൾ പിന്നെ ഒരുപാട് പേര് വാട്സപ്പിൽ വന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ഫീഡ്ബാക്കൊക്കെ എനിക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോക്ക് കമൻ്റായിട്ടാണ് വേണ്ടത്. അപ്പോഴാണ് നമ്മുടെ കളിയാക്കുന്നവരായാലും അവർ വീഡിയോ കാണാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. കാരണം എന്താണ് ഈ വീഡിയോയിലുള്ളത്, ഇവളെന്താണ് പറയേണ്ടത്, ഇവൾ പറയണതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നോക്കാനായിട്ടെങ്കിലും നമ്മളെ കൂടെയുള്ള പലരും വീഡിയോ കാണുന്നുണ്ട്. പക്ഷെ അതവർ നമ്മളോട് പറയൂല, കമൻ്റായിട്ടോ ലൈക്കായിട്ടോ ചെയ്യൂല എന്നുള്ളൂ. കാരണം ലൈക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മളത് കാണുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കണ്ടത് ആരാണ് ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ലൈക്ക് അടിക്കുന്നവരുടെയും കമൻ്റ് അടിക്കുന്നവരെയും നമുക്ക് എന്ത് ചെയ്യുക, ആ ആളാണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ലൈക്കും കമൻറ്റും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആളുണ്ട് എന്നുള്ളത് മറ്റുള്ളവർക്ക് തോന്നുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ഹെൽപ്പ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് തെറ്റായിട്ടാണ് തോന്നുന്നതെന്നുണ്ടെങ്കിൽ നീ എന്താണ് ഇങ്ങനെ തെറ്റ് ചെയ്യുന്നത് എന്നുള്ളതെങ്കിലും കമൻ്റായിട്ടിടുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ എന്തെന്നായാലും അതും കമൻ്റായിട്ടിടുക. ഓണത്തിന് കുറഞ്ഞതിലൊക്കെ ഒരു ചുരിദാറും ഇതും എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് എടുത്താൽ മതി. ഇത് നമ്മൾ നൈറ്റി ആയിട്ട് അടിച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 400 രൂപക്ക് വരെ ഓരോ പീസ് ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ചിലർ പറയും ഞങ്ങളുടെ നാട്ടിൽ 250 വരെ പോവുള്ളൂ എന്നുള്ളത്. അത് പാലക്കാടൻ മാക്സ്, അതാ ഒരു നൈറ്റിയെ ഞാൻ കുറ്റം പറയല്ല. ബ്രാൻഡഡ് അല്ലാത്ത കളക്ഷൻസ് ഉണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യുക, കിട്ടുന്ന റേറ്റിന് കൊടുക്കുക. അതിന് 120, 130 ആ റേഞ്ചിലെ റേറ്റ് വരുള്ളൂ. അപ്പോൾ നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽ എടുത്തിട്ട് സെയിലിങ്ങിന് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. കാരണം നിങ്ങളെ ഒരു കസ്റ്റമറായിട്ട് നമ്മളൊരിക്കലും നമ്മളെ ബിസിനസ്സിലെ ഏറ്റവും വലിയ ആളാരാണ്, നമ്മൾ പറയും മുതലാളി കടൻ്റെ ഓണറിനെ. അതുപോലെ നമ്മൾ ചെയ്യണേ നമ്മളെ എന്ത് ചെയ്യും, നമ്മൾ ഓണറാണ്, നമ്മളാണ് വലിയ ആൾ. പക്ഷെ ഒരിക്കലും ഒരു ബിസിനസ്സിലും അവിടെ സ്റ്റാർ അതിൻ്റെ ഓണറോ മുതലാളിയോ അവിടെ വർക്ക് ചെയ്യുന്നവരോ അല്ല. അത് കസ്റ്റമറാണ് ബിസിനസ്സിലെ കിങ് ശരിക്കും. അപ്പോൾ നമ്മളൊരു കസ്റ്റമറായിട്ട് ചിന്തിക്കുക. ഞാൻ ഒരു ഷോപ്പിൽ പോകുമ്പോൾ ഏത് രീതിയിലുള്ള ഡ്രസ്സുകളാണ്, ഏത് രീതിയിലുള്ള കളറുകളാണ് ഇപ്പോൾ നാട്ടിൽ നമ്മൾ കാണുമ്പോൾ കൂടുതൽ കാണുന്ന കളർ ഏതാണ്. നമ്മൾ ഏറ്റവും പുച്ഛിച്ചിരുന്ന ഒരു കളറാണ് മഞ്ഞ. ആ ഒരു മഞ്ഞ കളറിൽ നമ്മൾ ഡ്രസ്സോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെന്താ പറയുക, അത് ഓനൊരു മഞ്ഞയാണ്, ആ മഞ്ഞ ഇട്ട് കണ്ടില്ല, മഞ്ഞക്കിളി എന്ന് പറയും. പക്ഷേ ഇപ്പോൾ എവിടെ നോക്കിയാലും മഞ്ഞയേ ഉള്ളൂ. മഞ്ഞയും പച്ചയും ട്രെൻഡായ സമയമാണ്. അതുപോലെ എന്നും എപ്പോഴും ആർക്കും വേണ്ട ഒരു സംഭവമാണ് എന്ത്, റെഡ്. ഞാൻ മെറ്റീരിയൽ എടുക്കുമ്പോൾ അതിൽ പലരും വാട്സപ്പിൽ ഫോട്ടോസൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വിട്ടുകൊടുക്കുമ്പോൾ പറയും റെഡ് അല്ലാത്ത എടുത്തോളൂ എന്ന് പറയും. പക്ഷേ നമ്മൾ ഫോട്ടോസ് വിട്ടുകൊടുത്ത് കുറച്ച് കഴിഞ്ഞ് അവർ സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് വിട്ടുതരുമ്പോൾ അതിൽ 4-5 ചിലപ്പോൾ
മെറൂണിനേക്കാളും ബ്ലൂവിനേക്കാളും അതിൽ റെഡാവും കാണുക. കാരണം അവർ വിട്ടുകൊടുക്കുന്ന കസ്റ്റമർ എന്താവും, റെഡാവും സെലക്ട് ചെയ്യുക. കാണാൻ ഭംഗി എൻ്റെ ഉമ്മയൊക്കെ അങ്ങനെയാണ്. പുള്ളിയും വള്ളിയും ഒക്കെ മാറ്റം ഉണ്ടാവും. എന്നാലും 4-5 നൈറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 3 ഉമ്മാൻ്റെ കളർ എന്താവും, റെഡാവും. അത് ഞാനും അങ്ങനെ തന്നെയാണ്. കറങ്ങി തിരിഞ്ഞ് പിന്നെ റെഡിലേക്ക് വരും. അപ്പോൾ റെഡ് എടുക്കൂല, റെഡ് പറ്റൂല. ഈ അജ്രക്ക് വന്നതിൽ 3/4 ഭാഗം ഒരു 2 വർഷത്തോളമായി ഇത് തിരിഞ്ഞു മറിഞ്ഞ് ഏറ്റവും കൂടുതൽ വരാറുള്ളത് ബ്ലൂ, മെറൂൺ, റെഡ് ഈ 3 കളറിലാണ്. അതിൽ ഡിസൈൻസ് മാത്രമാണ് മാറ്റം. എന്നാലും റെഡ് എടുത്തവരും ബ്ലൂ എടുത്തവരും വീണ്ടും അജ്രക്ക് തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ക്ലോത്തിലോ ഈ കളറിലോ ഒന്നുമല്ല കാര്യം. നമ്മൾ ചെയ്യുന്നത് വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. ആ കസ്റ്റമർ എന്താണോ ആഗ്രഹിക്കുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാം. ചില ഇത്തമാർ പറയാറുണ്ട്, ഞാൻ ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോൾ കഴുത്ത് മാല പോലെ ആവും, അപ്പോൾ എനിക്കൊരു വൃത്തി ഉണ്ടാവില്ല. കുറേ ഞാൻ അടിച്ച് ശരിയാക്കും. കഴുത്തിൻ്റെ അവിടെ കയറ്റിയിട്ടാക്കുമ്പോൾ കൈയിൻ്റെ അവിടെ വേറെ രീതിയിലാണ്, ഒരു വൃത്തി ഉണ്ടാവില്ല. എന്നോട് പറഞ്ഞ അളവിൽ അടിക്കുമ്പോൾ അതൊരു വൃത്തിയിലായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് നടക്കേണ്ടത്. ചിലർ പറയും കീറിപ്പോയാലും എൻ്റെ നൈറ്റി അടി വിടാറില്ല, നിരക്കോളും അങ്ങനെ ഇടും, അങ്ങനെ പറയാറുണ്ട്. ചിലർ പറയുന്നത്, ചില ചേച്ചിമാരൊക്കെ പറയും കടയിലൊക്കെ ആകുമ്പോൾ കഴുത്ത് ഇറുക്കിക്കൊണ്ടാവും. ഞങ്ങൾക്കൊരു ചേച്ചിമാർക്കൊക്കെ കുറച്ച് കഴുത്ത് ഇറങ്ങിയിട്ട് ഒരു വൃത്തിയിലാണ്ടാണ് ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഷോൾ ഇടാത്തതുകൊണ്ട് ഇവിടെ ഫ്രണ്ടേജ് വൃത്തിയിലുമാണ്. നമ്മൾ ഇത്തമാർക്ക് പിന്നെ ഒരു വിധമൊന്നും പ്രശ്നമില്ല. അവർ പറയും ഷാൾ ഇടാനുള്ളതല്ലേ, കഴുത്ത് എങ്ങനെയായാലും മതി എന്ന് വെച്ചിട്ട് ചിലർക്ക് കഴുത്ത് ആ മോഡലാവണം ഈ മോഡലാവണം എന്ന് പറയുന്നുണ്ട്. നമ്മളെ വിരലിൽ 5 വിരലും 5 മോഡലാണ് പറഞ്ഞ പോലെ നമ്മളെ വീട്ടിലുള്ളവരായാലും 5 പേർക്കും 5 ടേസ്റ്റ് ആവും ഉണ്ടാവുക. അപ്പോൾ നാട്ടിലുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഡ്രസ്സ് ഇടാൻ കഴിയാതെ ഒരു സ്ഥലം കിട്ടുക എന്ന് പറയുമ്പോൾ ആരും അങ്ങോട്ട് വരും. നമ്മുടെ നാട്ടിൽ ഇത്ര ഹോട്ടലുണ്ട് എന്ന് വെച്ചിട്ടും പുതിയ പുതിയ ഷോപ്പുകൾ ഓപ്പൺ ആവണില്ലേ. അതുപോലെ തന്നെ നമ്മൾ അവിടെ ഒരു ഷോപ്പുണ്ട്, അവിടെ അത്രയും ആൾക്കാരുണ്ട്, അവിടെ അത്ര കുറഞ്ഞ വിലയിൽ വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും വില കുറച്ച് കൊടുക്കാൻ നിൽക്കണ്ട. നമുക്ക് എത്രയാണ് ചിലവായത് അതും അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടായിട്ട് വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിറ്റാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ പരിപാടിക്ക് നിൽക്കാൻ നിന്നാൽ മതി. നമുക്ക് ഏറ്റവും നല്ലത് നമ്മളെ സമയം നമുക്ക് വേണ്ട രീതിയിൽ പ്രയോഗിക്കാമല്ലോ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് നൈറ്റി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ 400 രൂപക്ക് കൊടുക്കുക. ഇനി 2 പീസ് ആക്കിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 750 രൂപക്ക് കൊടുക്കുക രണ്ടും കൂടെ. പിന്നെ 3 പീസ് ആക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിലേക്കൊരു 100 രൂപേൻ്റെ 120 രൂപേൻ്റെ പ്ലെയിൻ ഷോൾ എടുത്തിട്ട് അതിലേക്ക് ഇത് വെച്ചിട്ട് 950, 880 അങ്ങനെ വെച്ചുകൊണ്ട് കൊടുക്കുക. 1000 വരെ പോവാം ഇതിൻ്റെ 3 പീസിന്. കാരണം അജ്രക്കിൻ്റെ 3 പീസിന് റേറ്റ് ഉണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് സെയിലായി പോകേണ്ടത് ആ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്.